എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഫ് ബീറ്റ് യാത്രക്കാരുടെ ഇഷ്ട കേന്ദ്രമായ പരുന്തുംപാറയിലെ കാഴ്ചകളും ഈ മഴക്കാലത്ത് പരുന്തുംപാറയിൽ പൂത്ത നീല നിറത്തിലുള്ള മേട്ടുക്കുറിഞ്ഞിയുടെ നയനമനോഹരമായ കാഴ്ചകളുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുണ്ടക്കയം കുമളി റൂട്ടിലുള്ള പാമ്പനാറിൽ നിന്നും ഒരു 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് പരുന്തുംപാറയിലെത്താം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ടൈമിങ്ങുകളോ എൻട്രി ഫീസോ ഒന്നും തന്നെയില്ല. എപ്പോൾ വേണമെങ്കിലും വന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ആസ്വദിച്ചറമാദിക്കാം. പരുന്തുംപാറയിലെ റോഡിൻ്റെ സൈഡിൽ നമുക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഈ പുൽമേടും മഞ്ഞുമൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. നല്ല ചൂട് ചായയും സർബത്തും ഒക്കെ കിട്ടുന്ന നിരവധി കടകളും തണുപ്പത്ത് ഐസ്ക്രീം വിൽക്കുന്ന ചെറിയ പെട്ടി ഓട്ടോറിക്ഷകളുമൊക്കെ റോഡിൻ്റെ ഓരോ സൈഡിലുമുണ്ട്. ഈ കടകളിൽ നിന്ന് വാങ്ങുന്ന സ്നാക്സുകളുടെ പ്ലാസ്റ്റിക് കവറുകളും ഐസ്ക്രീമിൻ്റെ കവറുകളും ഒക്കെ ഇട്ട് വൃത്തികേടാക്കുന്നതുകൊണ്ട് തന്നെ മാലിന്യ നിക്ഷേപത്തിനെതിരെയുള്ള സുരേഷ് ഗോപിയുടെ പടമുള്ള ഫ്ലെക്സും ഒക്കെ ഇവിടെ കാണാം. വ്യൂ പോയിന്റിൻ്റെയും പുൽമേടിൻ്റെയും നടുവിലൂടെയുള്ള ഈ തറയോട് പതിച്ച വഴിയിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന വൈബ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഈ വഴിയുടെ സൈഡിൽ നിറയെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം മഞ്ഞൊക്കെ കണ്ട് ഇരുന്ന് പരുന്തുംപാറയുടെ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ്. പരുന്തുംപാറയിലെ പുൽമേട് അതിവിശാലവും ഗംഭീരവുമാണ്. ഇവിടെ ഒരുപാട് കല്യാണ ഷൂട്ടിങ്ങുകളും നസ്രാണി, ബ്രഹ്മരം പോലുള്ള സിനിമകളിലെ ചില സീനുകളുമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ഞ് മൂടി ഈ പുൽമേട്ടിൽ ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനും ഒക്കെ എപ്പോഴും നല്ല തിരക്കാണ്. തറയോട് പതിച്ച വഴിയിൽ നിന്നുള്ള വ്യൂ പോയിന്റ് അതിഗംഭീരമാണ്. ഇരുമ്പ് കൊണ്ടുള്ള വേലിയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിന്നും കാഴ്ച ആസ്വദിക്കുന്നത് പക്ക സേഫാണ്. സമുദ്രനിരപ്പിൽ നിന്നും 4700 അടി ഉയരത്തിലുള്ള പരുന്തുംപാറ ഓഫ് ബീറ്റ് യാത്രക്കാരുടെ നമ്പർ 1 ഡെസ്റ്റിനേഷൻ ആയതും അതുകൊണ്ട് തന്നെയാണ്. പ്രകൃതി സൗന്ദര്യം വാരി വിതറി ഈ പാറയ്ക്ക് കഴുകൻ്റെ സാദൃശ്യമുള്ളത് കൊണ്ടാണ് ഇതിന് പരുന്തുംപാറ എന്ന പേര് ലഭിച്ചത്. കിട്ടില്ലം കോടമഞ്ഞായതുകൊണ്ട് തന്നെ അതിഗംഭീര വിഷ്വൽസാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. തെളിഞ്ഞ ദിവസങ്ങളിൽ 15 കിലോമീറ്റർ അകലെയുള്ള ശബരിമലയുടെ കാട് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മകരവിളക്ക് കാലത്ത് മകരജ്യോതി ദർശിക്കാൻ ഒരുപാട് ആളുകൾ പരുന്തുംപാറയിലെത്തുന്നുണ്ട്. മഞ്ഞൊക്കെ അങ്ങ് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ വൈബ് ഒരു രക്ഷയുമില്ല. പതിവ് നഗരഭംഗിയും ഫാസ്റ്റ് ഫുഡും വിരസമായ വഴികളുമൊക്കെയുള്ള ക്ലീഷ യാത്രകൾ ആസ്വദിച്ച് മടുത്തവർക്ക് പരുന്തുംപാറ ഒരു ഗംഭീര ഡെസ്റ്റിനേഷനാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരല്പം മഴയൊക്കെ ഉള്ളപ്പോൾ ഇവിടെ വരുന്നതാണ് നല്ലത്. എന്നാലേ ഈ മഞ്ഞും വൈബും ഒക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ജൂൺ മാസം മുതൽ നവംബർ മാസം വരെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ നല്ല ബെസ്റ്റ് ടൈമാണ്. ഇപ്പോൾ പരുന്തുംപാറയിൽ എത്തുന്നവർക്ക് ഇരട്ടി ബോണസായിട്ട് മേട്ടുക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നുണ്ട്. റോഡിനോട് ചേർന്നുള്ള പരുന്തുംപാറയിലെ പുൽമേട്ടിലാണ് നീല നിറത്തിലുള്ള മേട്ടുക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത്. 1-2 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന മേട്ടുക്കുറിഞ്ഞി കാണാൻ നല്ല തിരക്കാണ്. ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനും വരുന്നവരെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. ഈ ഓണത്തോടു കൂടി ഇവിടെ ഫുള്ള് മേട്ടുക്കുറിഞ്ഞി ആകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പൊന്നുംകുടത്തിനൊരു പൊട്ടെന്ന പോലെ പരുന്തുംപാറയുടെ സൗന്ദര്യത്തിന് മേട്ടുക്കുറിഞ്ഞി വന്നതോടെ വശ്യതയേറി എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കി പറയാം. കുറിഞ്ഞി വിഭാഗത്തിൽപ്പെട്ട നീല നിറത്തിലുള്ള മേട്ടുക്കുറിഞ്ഞിയാണ് ഇവിടെ പൂത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ കണ്ട ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഇത് കാണാനെത്തുന്നവർ അത് കൂട്ടത്തോടെ പറിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. പൂക്കൾ പൂത്തു നിൽക്കുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യമെന്ന് എത്ര പേരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. പരുന്തുംപാറയിലെ ബ്ലൂമിംഗ് മാർവലിൻ്റെ കാഴ്ചകളും മഞ്ഞുമൂടിയ കഴുകൻപാറയുടെ കാഴ്ചകളുമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.